എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫിഷ് കറി പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഫിഷ് ഫ്രഷ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ മീൻ കറി വെച്ചാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞറിഞ്ഞിട്ട് ഒരു ഓൺലൈൻ സർവീസിൽ നിന്നാണ് ഫിഷ് വാങ്ങുന്നത്. പ്രൈം ഹാർവെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോൾ 2-3 പ്രാവശ്യം വാങ്ങിയിട്ടും എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഫിഷ് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് അവരുടെ പാക്കിങ് വരുന്നത്. ഇതാണ് പ്രൈം ഹാർവെസ്റ്റ്. അപ്പോൾ ഈ ഫിഷ് വെച്ച് നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് പെട്ടെന്നാണ് ഈ കറി തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് ഞാൻ നെയ്മീനും ആവോലിയും വാങ്ങി. ഇതുപോലെയാണ് അവരുടെ പാക്കിങ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ സഹകരണത്തോടെയാണ് ഇവരുടെ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. സ്വിഫ്റ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എറണാകുളത്തും കോട്ടയത്തുമാണ് ഇപ്പോൾ ഇവർ ഡെലിവറി ചെയ്യുന്നത്. ഇവരുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളൊരു വാങ്ങുക. നല്ല ഫിഷാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് എങ്ങനെ വെച്ചാലും നന്നായിരിക്കും. 1/2 കിലോ ഫിഷിൻ്റെ അളവ് ഞാൻ പറയാം. 4 അല്ലി വെളുത്തുള്ളി ഒന്ന് പിളർന്നെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കണ്ട. ഒരു കഷ്ണം ഇഞ്ചി, ഇതൊന്ന് ചതച്ചെടുക്കണം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇതൊന്ന് പിളർന്നെടുക്കണം. കുറച്ച് കറിവേപ്പില, പിന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കഴുകി എടുക്കണം. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കണം. കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇതിങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊരു നുള്ള് നമുക്കൊന്ന് അവസാനം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഫിഷ് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലിട്ട് വയ്ക്കുക. ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം. ഇനി ഇതൊന്ന് നനച്ച് വയ്ക്കാം നമുക്ക്. അതായത് ഒന്ന് കുഴച്ച് വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് വെളിച്ചെണ്ണയിലും നമുക്കിതുപോലെ കുഴച്ച് വയ്ക്കാൻ പറ്റും. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴച്ച് വയ്ക്കുന്നത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെളുത്തുള്ളി അങ്ങനെയുള്ള ഇഞ്ചി അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇത് നല്ലവണ്ണം ഒന്ന് കുതിർന്ന് സെറ്റായിരിക്കും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഞാൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട്. അത് കീറി അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. നല്ല പുളി ഉപയോഗിക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കായൊക്കെ ഇരിക്കുകയാണെങ്കിൽ കഴിക്കും. ഇനി ഇത് നല്ലവണ്ണം കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വെക്കാം. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ്. ചൂടാവുമ്പോഴേക്കും ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു. ഒരു 3-4 ആയാലും മതി. രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി 3 പച്ചമുളക് 2ആയിട്ട് പിളർന്നതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് വഴറ്റണ്ട, പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചച്ചുവയൊക്കെ മാറി അത് എണ്ണ തെളിഞ്ഞു വരും നല്ലോണം. അതായത് ചട്ടിയിലൊന്നും പിടിക്കാതെ ഉരുണ്ട് വരും. ഇതുപോലെ ഇപ്പോൾ ലൂസായിട്ട് കിടക്കുന്നു. അത് ഒരുമിച്ച് ഉരുണ്ട് വന്നിട്ട് എണ്ണ തെളിഞ്ഞിങ്ങനെ നിൽക്കും. ആ ഒരു സ്റ്റേജ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ വയ്ക്കുന്ന ഫിഷ് കറി ഒരു ദിവസമൊക്കെ ഒന്ന് ഇരുന്നിട്ട് കൂട്ടുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഇതിനകത്ത് നമ്മൾ ഉള്ളിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പുറത്തിരിക്കുന്നത് കൊണ്ട് കേടാവുകയില്ല. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യവും ഇല്ല. മാത്രമല്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും ഓരോ ദിവസം കഴിയും തോറും. ഇപ്പം നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചതിടാം. കഴുകിയിട്ടിട്ടത് കൊണ്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഇതിൽ വെള്ളം ചേർക്കാനായിട്ട്. 1/2 കിലോ മീനൊക്കെ ഉള്ളൂ എങ്കിൽ ഒരു 1/4 ലിറ്റർ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക, ചൂടുവെള്ളം. ഇനി ഫിഷ് ഇട്ട് കഴിയുമ്പോൾ പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളെപ്പോഴും ഫിഷ് വയ്ക്കുമ്പോഴേ ഫിഷിൽ നിന്നുള്ള കുറച്ച് വെള്ളവും കൂടി പുറത്തേക്ക് ഇറങ്ങും ഇത് തിളച്ച് കഴിയുമ്പോൾ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം വെക്കണം. ഒരുപാട് ചാറ് വേണം എന്നുള്ളവർക്ക് ഫിഷിൻ്റെ കുറച്ച് മുകളിലായിട്ട് വയ്ക്കാം. ഇനി ചിലർക്കാണെങ്കിൽ നല്ല കുറുകിയ കറിയായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ അതിൽ കുറച്ചുകൂടി താത്തി വെച്ചാലും മതി. ഇത് നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴേക്കും ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം. പോരെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പുളിയും ഇപ്പോൾ കുറച്ച് ഇറങ്ങി കാണും. കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലൊന്നും ഇട്ട് ഇളക്കരുത്. സൈഡിൽ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കണം. ഇത് ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ മാത്രം മതി. അപ്പോഴേക്കും മീൻ നല്ലോണം വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് തുറന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും പെട്ടെന്ന്. അതുകൊണ്ടാണ് ടൈറ്റായിട്ട് അടയ്ക്കാത്തത്. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇച്ചിരി ചാറിലെടുക്കുന്ന കറിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരിത്തിരി ഉലുവാപ്പൊടി, അതായത് ഒരു നുള്ളു മതി, ഒരുപാടൊന്നും വാരിയിടരുത്, കഴിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി. അടുത്ത കറി ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ കുറച്ചുകൂടി ചാറ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. 2 കറിയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആണുങ്ങൾക്ക് തന്നെ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്